കാൽവിൻ പെർഫ്യൂംസിന്റെ 28ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം തുടങ്ങി. ഇനി കേരളത്തിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒട്ടും ചൂടായിരിക്കും. ഇന്നൊരു 3-4 മാസത്തേക്ക് ഭയങ്കര ചൂടായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമിനെ പറ്റി ഇനി ചിന്തിച്ചേ പറ്റുള്ളൂ. സാധാരണ ഉള്ള പെർഫ്യൂംസുകൾ ഒന്നും തന്നെ നമ്മുടെ ഈ ഒരു ആംബിയൻസിൽ, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ ഒരു ചൂടത്ത് നിൽക്കാൻ, ലാസ്റ്റിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇച്ചിരി ഹെവി പെർഫ്യൂമാണ്, സ്ട്രോങ്ങർ പെർഫ്യൂമാണ്. സ്ട്രോങ്ങർ പെർഫ്യൂം എന്ന് പറയുന്നത് ടോം ഫോർഡിന്റെ പെർഫ്യൂം തന്നെയാണ് കേട്ടോ. സ്ട്രോങ്ങർ അതിനൊരു ഇക്വലന്റ് ആണല്ലോ. ടോം ഫോർഡിന്റെ ഓംബ്രി ലെതർ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം നല്ല ലാസ്റ്റിംഗ് ആണ്. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഒരു ലെതറി സ്മോക്കി പെർഫ്യൂമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടുതലും നമുക്ക് സ്മെല്ലിൽ തന്നെ വരുന്നത് പച്ചോലിയുടെ സ്മെല്ലും വെറ്റുവേറിൻ്റെ സ്മെല്ലും ടോങ്കാബീൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, സഫ്രോണിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് മുമ്പിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഏത് നോട്ട്സ് എടുത്താലും ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഫീല്. ഒരു ഹെവി നോട്ട്സ് ആണിത്, ഹെവി സ്മെല്ലാണ്. ഇതിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഹാർഡ്നെസ്സിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ജാസ്മിന്, ജിഞ്ചർ, കാർഡമൺ ഇങ്ങനെയുള്ള കുറച്ച് സ്പൈസ് സാധനങ്ങളൊക്കെ അഡീഷണലി കുറച്ച് സ്പൈസ് സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനൊന്ന് സോഫ്റ്റൻ ചെയ്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ഇതിൻ്റെ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഹെവിനെസ് ഫീൽ ചെയ്യുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ്സിലേക്ക് എത്തുള്ളൂ. ഇത് ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. കാരണം ഞാൻ ആ ഒരു ഹാർഡ്നെസ് അതിൻ്റെ ഉള്ളത് കൊണ്ടാണ്. ഉപയോഗിക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. ആ ഡോസൊക്കെ ഒന്ന് കുറച്ച് ഉപയോഗിക്കണം. കാരണം AC റൂമിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പുറത്ത് ഉപയോഗിക്കണതിൻ്റെ 4-1 ഡോസ് ഉപയോഗിച്ചാൽ മതി, ശരിക്കും ലാസ്റ്റ് ചെയ്തോളും. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ആക്ച്വലി ഈ പെർഫ്യൂം. എൻ്റെ ഒരു എന്താ പറയണ, അതിൻ്റെ ഒരു ഭംഗി, മീൻസ് ആളുകൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ ഒരു കാരണം കൂടി ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. എൻ്റെ ഈ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിരുന്നു. എൻ്റെ ഷോപ്പിൽ നിന്ന് ഇഷ്ടംമാരെ പോകുന്ന കേട്ടോ ഈ ഓംബ്രി ലെതർ എന്ന് പറഞ്ഞ പെർഫ്യൂം. ഇത് മേടിക്കാനായിട്ട് ഒരു കസ്റ്റമർ വന്നിരുന്നു. അപ്പം ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നോടൊരു ഇവിടെ നിന്ന് മേടിച്ച ഒരു ആളുടെ റെഫറൻസിൽ വന്നതാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനത് ഈ പെർഫ്യൂംസിൻ്റെ പെർഫോമൻസിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കസിൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് കിടന്നു വന്നു. ആ കൊച്ചിനെ എടുത്തുകൊണ്ട് കിടന്ന് അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല്, ലെതറി പെർഫ്യൂമിൻ്റെ സ്മെല്ല്. അത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലല്ല, വേറൊരു സ്മെല്ല്. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള മനസ്സിലാക്കി, അതിൻ്റെ റൂട്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഈ കൊച്ചിനെ എടുത്തത് കൊണ്ട് കൊച്ചിൻ്റെ ദേഹത്ത് നിന്ന് വന്നതാണെന്ന് മനസ്സിലായി. അദ്ദേഹം എന്നിട്ട് ആ കസിനെ വിളിച്ചിട്ട് കൊച്ചിന് ഏത് പെർഫ്യൂം അടിച്ച് എന്ന് ചോദിച്ച് വിളിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് കൊച്ചിന് പെർഫ്യൂമൊന്നും അടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ കൊച്ചിൻ്റെ ദേഹത്ത് പെർഫ്യൂമിൻ്റെ മണം വന്നത് അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്ന്, കസിൻ്റെ ദേഹത്തു നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ അടിച്ച ആളുടെ ദേഹത്ത് അടിച്ച പെർഫ്യൂമിൻ്റെ സ്മെല്ല് കൊച്ചിൻ്റെ ദേഹത്തേക്കും കൊച്ചിൽ നിന്നും ഈ നമ്മുടെ ഈ ആളിലേക്കും മണം വന്നു. അപ്പം അത്രയും എന്താ പറയണ സ്ട്രെങ്ത് ഉള്ള ഒരു പെർഫ്യൂമാണ് അത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചൂട് സമയത്തേക്ക് വേണ്ടി ഏറ്റവും ആപ്റ്റ് ഒരു പെർഫ്യൂമാണ്. എല്ലാവർക്കും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണ് എന്ന് പറയുന്നില്ല. പക്ഷെ ലെതറി സ്മെല്ല്, ഹാർഡ് സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊരു നല്ലൊരു ചോയ്സാണ്. ഈ പെർഫ്യൂം നമ്മൾ നമ്മുടെ സ്റ്റോറിൽ ചെയ്യുന്നുണ്ട്. സ്റ്റോറിൽ ഒരുപാട് പോകുന്നൊരു പെർഫ്യൂമാണ് കേട്ടോ. ഇനി അടുത്തുള്ള വീഡിയോസ് എല്ലാം തന്നെ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ കുറച്ച് സ്ട്രോങ്ങർ പെർഫ്യൂംസിനെ പറ്റി പറയാം എന്ന് വിചാരിക്കുന്നു. അടുത്തതിന് 2 പെർഫ്യൂം ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സ്ട്രോങ്ങർ പെർഫ്യൂംസ്. അതുവരേക്കും എല്ലാവർക്കും കേൾക്കാം.